Hi all, welcome to Core Classes. നമ്മുടെ പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലേ എല്ലാവരും? ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത്? റിലേഷൻസ്, ടൈപ്സ് ഓഫ് റിലേഷൻസ് മൂന്നെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? റിഫ്ലെക്സീവ്, ഓക്കെ, റിഫ്ലെക്സീവ്, പിന്നെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഓർമ്മയുണ്ടോ എന്താ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാല്? ഈ ക്ലാസ്സിൽ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാല്? എ എന്നുള്ള ഓർഡർ പേര്. അപ്പൊ എ ബി സി മൂന്ന് എലമെന്റ് ആണ് സെറ്റിൽ ഉള്ളതെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? എ ഉണ്ടാവണം, ബി ബി ഉണ്ടാവണം, സി സി ഉണ്ടാവണം. സെറ്റ് അല്ലേ? ഓക്കെ. സിമെട്രിക് എന്ന് പറഞ്ഞാലോ? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. എ ബി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എ ബി സപ്പോസ് ഓർഡർ പേർ എ ബി ഉണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ടാവണം? ബി എ ഉണ്ടാവണം അല്ലെ? സിമെട്രിക്. പിന്നെ ട്രാൻസിറ്റീവ് എന്തായിരിക്കും? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാല് എ ബി ഓർഡർ പേർ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? എ സി ഉണ്ടാകണം. ഓക്കെ, ഇപ്പൊ എ ബിയും എന്താണ് സി ഡിയും ആണുള്ളത് വിചാരിക്കുക. എ ബി ഉണ്ട്, സി ഡി ഉണ്ട്. അങ്ങനെയാണെങ്കിലോ അത് ട്രാൻസിറ്റീവ് ആണോ? സപ്പോസ് ഒറ്റ ഒരു എക്സാമ്പിൾ, എ ബി, ഓക്കെ, എ ബി സി ഡി റിലേഷൻ ആണ്. ഓക്കെ, ഓരോ പേര് എ ബി ഉണ്ട്, സി ഡി ഉണ്ട് ആ റിലേഷന്റെ ഉള്ളിൽ. ഇത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താ? എ ബിയും ബി സി ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? എ സി ഉണ്ടാകണം. അപ്പൊ എ ബി ബി സി ഇല്ല അല്ലെ? ഇവിടെ ഈ ടൈം ഈക്വൽ അല്ലെ? എ ബി ബി സി. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവണം? എ സി ഉണ്ടാകണം. ഓക്കെ, ഇവിടെ എ ബി ബി സി ഇല്ല. അതുകൊണ്ട് എന്താണ് അത് ഇല്ലാത്തതുകൊണ്ട്? ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടാക്കണമായിരുന്നു. ഇവിടെ ഇല്ല, ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് ആണ്, എൻ സി ആർ ടി ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ വെദർ each of the following relations are reflexive, symmetric and transitive. Okay, question കണ്ടോ? ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ നോക്കിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഡിറ്റർമിൻ വെദർ each of the following relations are reflexive, symmetric and transitive. ഓക്കെ, ഇത് മൂന്നെണ്ണം ആണോ എന്ന് നോക്കണം. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ is equal to 1 2 3 മുതൽ 14 വരെ ഡിഫൈൻഡ് ആസ് ആർ is equal to ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ is equal to 0. ഓക്കെ, ആർ is equal to എന്ത് തന്നിട്ടുണ്ട്? ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ is equal to 0. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതില് എന്തൊക്കെ തന്നിട്ടുണ്ട്? സെറ്റ് ഏതൊക്കെയാണ്? സെറ്റില് 1 to 14, 1 മുതൽ 14 വരെയാണ് സെറ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, 1 മുതൽ 14 വരെ. നോക്കിയേ, എ എന്നുള്ള സെറ്റ് അല്ലേ? എ എന്നുള്ള സെറ്റ് 1 to 14. അപ്പൊ എ ഈസ് ഈക്വൽ ടു എന്താണ്? സെറ്റ് 1 2 3 എക്സെട്ര ടു 14. ഇനി നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്യണം. ഏതൊക്കെ ചെക്ക് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിഫ്ലെക്സീവ് ആണോ നോക്കണം. അതിനു മുമ്പ് നമ്മൾ നോക്കിയേ, എന്താണ് ഈ റിലേഷൻ തന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? എ എന്നുള്ള സെറ്റ് എന്തുണ്ട്? 1 2 3 4 to 14. അപ്പൊ എന്താണ് റിലേഷൻ? എ ടു എ, എയിൽ നിന്ന് എ എന്നുള്ള സെറ്റിലേക്കുള്ളത് തന്നെ സെയിം സെറ്റിലേക്കുള്ള റിലേഷൻ ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, എന്താണ് കണ്ടീഷൻ? സച്ച് ദാറ്റ് 3x മൈനസ് വൈ. ഈ എ എന്നുള്ള സെറ്റ് ഉണ്ട്, എ എന്നുള്ള സെറ്റ് ഉണ്ടല്ലോ, അതില് ഒരു എലമെന്റ് ആണ് എക്സും വേറെ എലമെന്റ് ആണ് വൈയും. ക്ലിയർ? അപ്പൊ എന്താണ് ഈ തന്നിരിക്കുന്ന റിലേഷൻ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഒരു റിലേഷൻ തന്നിരിക്കുന്നുണ്ട്. അത് നമ്മള് നമ്മുടെ റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡ്, ഇത് സെറ്റ് ബിൽഡർ ഫോം അല്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ പ്ലസ് 1 പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് സെറ്റില്. സെറ്റിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സെറ്റ് ബിൽഡർ ഫോം പഠിച്ചിട്ടുണ്ട്, റോസ്റ്റർ ഫോം പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റിനെ. ഓക്കെ, ആ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എലമെന്റ് വൈസ് എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇത് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ഇതിന് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടി? ഓക്കെ, ഫസ്റ്റ് എലമെന്റ് നമുക്ക് എ എന്ന് പറഞ്ഞാൽ 1 2 3 4 അല്ലേ?
ഫസ്റ്റ് എലമെന്റ് നമ്മൾ 1 കൊടുത്തു, എക്സിന് 1 കൊടുത്തെങ്കിൽ 0 കിട്ടണമെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കണം? എക്സിന് 1 കൊടുത്തു. ഓക്കെ, അപ്പൊ 3 into 1 minus y is equal to 0. അപ്പൊ y is equal to എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലെ? എക്സിന് 1 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്ത് കിട്ടും? 3 കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് ഓർഡർ പെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 3. ഓക്കെ, സെക്കൻഡ് ഓർഡർ പെയർ എന്താണ്? എക്സിന് 1 കൊടുത്താൽ 3 ആയിരിക്കും. അടുത്ത എക്സിന് 2 കൊടുത്തു. എക്സിന് 2 കൊടുത്താൽ വൈയുടെ വാല്യൂ എത്രയാണ്? 3 into 2 minus y is equal to 0. അപ്പൊ y is equal to എന്ത് വരും? y is equal to 3 into 2 6 വരും. ക്ലിയർ അല്ലേ? എക്സിന് 2 കൊടുത്താൽ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ എക്സിന് 3 കൊടുത്താൽ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3 into x 3 into 3 എക്സിന് 3 അല്ലേ നമ്മൾ കൊടുത്തേ? ഓക്കെ, മൈനസ് y is equal to 0. അപ്പൊ വൈയുടെ വാല്യൂ എന്ത് വരും? വൈയുടെ വാല്യൂ 9 വരും. ഓക്കെ, എക്സിന് 4 കൊടുത്താലോ? എക്സിന് 4 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇനി മനസ്സിലായി, 12. എക്സിന് 5 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? വൈയുടെ വാല്യൂ 15. ഒരു പ്രശ്നമുണ്ടോ? വൈയുടെ വാല്യൂ 15 ആകാൻ പറ്റില്ല. എക്സും വൈയും എവിടെ ഉണ്ടായിരിക്കണം? എക്സ് വൈ ബിലോങ്സ് ടു എ എന്നുള്ള സെറ്റിലായിരിക്കണം എക്സും വൈയും അല്ലെ? ഓക്കെ, നോക്കിയേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ എക്സ് വൈ such that R is equal to set of xy such that 3x minus y is equal to 0. ഓക്കെ, എക്സ് വൈ എന്നുള്ള എന്തായിരിക്കണം? എ എന്നുള്ള സെറ്റിൽ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? y എവിടെ വന്നു? 15 വന്നു. y 15 എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ ഈ സെറ്റിന്റെ പുറത്തല്ല വന്നേക്കുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇതാണ് നമ്മുടെ സെറ്റ് അല്ലെ? ആ റിലേഷൻ ഇതാണ്. ഇനി നിങ്ങൾ പറഞ്ഞേ ഫസ്റ്റ് കണ്ടീഷൻ ഇത് എന്തായിരിക്കണം? ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഈ എ എന്നുള്ള സെറ്റ് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്തുണ്ടാവണം? അവിടെ റിലേഷൻ ഉണ്ടാവണം. എന്ത്? 1 1 2 2 3 3 4 4 5 5 അങ്ങനെ പറഞ്ഞ എവിടം വരെ? 14 14. ഇത്രയും സാധനം, അതായത് സെറ്റിന്റെ ഉള്ളില് 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം അല്ലെ? അവിടെ മുതല് 14 14 ഉണ്ടാവണം. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, അന്നേരം കുഴപ്പമില്ല. ഇത്ര എലമെന്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? നമ്മൾ കൺസെപ്റ്റ് പഠിച്ചില്ല, എന്ന് പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ റിഫ്ലെക്സീവ് ആണോ? ഇത് റിഫ്ലെക്സീവ് അല്ല. കാരണം ഇത്ര എലമെന്റ് അവിടെ ഇല്ല. അവിടെ ഒരു എലമെന്റ് പോലും ഇല്ല അല്ലെ? അല്ലേ? എന്നുള്ള ഒറ്റ എലമെന്റ് പോലും അവിടെ ഇല്ല. ഒരെലമെന്റ് ഉണ്ടെങ്കിലേ റിഫ്ലെക്സീവ് ആവില്ല, എല്ലാ എലമെന്റും അവിടെ ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് അല്ല. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? സെക്കൻഡ് ട്രാൻസിറ്റീവ് അല്ലെ? അല്ല, സെക്കൻഡ് സിമെട്രിക് അല്ലേ? സിമെട്രിക് ആണോ? സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താ? സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എ ബി ഉണ്ടെങ്കിൽ എന്താണ്? ബി എ എന്നുള്ള റിലേഷനും അവിടെ ഉണ്ടാവണം. ഓക്കെ, എ ബി എന്നുള്ള റിലേഷൻ അവിടെ ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. ഇവിടെ നോക്കിയാൽ 1 3 ഒരു റിലേഷൻ ഉണ്ട്, 1 3 ഉണ്ട്. അവിടെ എന്താണ്? 1 3 ഒരു റിലേഷൻ അവിടെ ഉണ്ട്. പക്ഷെ എന്താണ്? 3 1 എന്ന് പറഞ്ഞ റിലേഷൻ അവിടെ ഇല്ല. ഫസ്റ്റ് നോക്കിയ 1 3 3 1 ഉണ്ട് അവിടെ. അതായത് എക്സിന്റെ വാല്യൂ 3യും എക്സിന്റെ വാല്യൂ 3 കൊടുത്താൽ എന്ത് കിട്ടി? 9 minus y is equal to 0 അല്ലെ? അപ്പൊ y is equal to എന്ത് വരും? y is equal to എക്സിന്റെ വാല്യൂ 3 കൊടുത്താൽ എന്ത് കിട്ടി? 3 into 3 minus y is equal to 0. y is equal to 9. ഓക്കെ, എക്സിന്റെ വാല്യൂ 3 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്താണ്? 9. എന്താ ഇവിടെ കണ്ടോ? എക്സിന്റെ വാല്യൂ 3 കൊടുത്താൽ വൈയുടെ വാല്യൂ 9. പക്ഷെ 1 3 ആണെങ്കിൽ 3 1 ന് ഓരോണ്ട് 3 9 ഉണ്ട്. ഓക്കെ, അപ്പൊ സിമെട്രിക് ആണോ? സിമെട്രിക് അല്ല. സോ ദിസ് ഈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് കിട്ടിയില്ലേ? അടുത്ത എന്താ ഉള്ളത്? സിമെട്രിക്കും അല്ല, റിഫ്ലെക്സീവ് അല്ല. ഇനി എന്താ? ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഇനി ട്രാൻസിറ്റീവ് മൂന്നാമതാണ് ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിറ്റീവ് കണ്ടീഷൻ ഏതൊക്കെ? ട്രാൻസിറ്റീവിന്റെ അവിടെ എ ബി എന്നുള്ള ഒരു റിലേഷൻ ഉണ്ട്, ബി സി എന്നുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? എ സി ഉണ്ടാകണം. അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? എ സി ഉണ്ടാകണം. നോക്കിയാൽ നമുക്ക് കിട്ടിയ റിലേഷൻ 1 3 ഉണ്ട്,
പിന്നെ 3 അതിന്റെ പേരിലുണ്ടോ നോക്കുക. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. കണ്ടോ, എ ബി ഉണ്ട്, ബി സി ഉണ്ട് അല്ലെ. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകണം? 1 9 അവിടെ ഉണ്ടാകണമായിരുന്നു. 1 9 എന്നൊരു റിലേഷൻ അവിടെ ഉണ്ടോ? 1 9 എന്നൊരു റിലേഷൻ അവിടെ ഇല്ല. അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എന്താണ് സെറ്റ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഓർഡേഡ് പെയർ 1 3 ഉണ്ട്. 1 3 എന്നൊരു റിലേഷൻ അവിടെ ഉണ്ട്. ഓർഡേഡ് പെയർ 3 9 എന്നൊരു റിലേഷൻ അവിടെ ഉണ്ട്. പക്ഷെ എന്താണ് 1 9 അല്ല 1 3 ഉണ്ട്, 3 9 ഉണ്ടെങ്കിൽ എന്തുണ്ടാവണമായിരുന്നു? 1 9 എന്നൊരു റിലേഷൻ അവിടെ ഇല്ല. ഓക്കെ, 1 3 ഉണ്ടോ, 3 9 ഉണ്ട്, 1 9 എന്നൊരു റിലേഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് എന്താണ് നോട്ട് ട്രാൻസിറ്റീവ്. ക്ലിയർ? അപ്പൊ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ മനസ്സിലായില്ലേ? ഇനി സപ്പോസ് ഇവിടെ 3 9 ഇല്ലാന്ന് വിചാരിക്കാം. 1 3 2 6 അടുത്ത 5 9 4 12 അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരുന്നോ? 1 3 2 6 5 9 4 12 ആണെങ്കിൽ നമുക്ക് എന്താണ് എ ബി ബി സി എന്നുള്ള കണ്ടീഷൻ അവിടെ വരുന്നില്ല അല്ലെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതുണ്ടാവാൻ പാടില്ല എന്നാണ്. അവിടെ വന്നിട്ടേ ഇല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഇവിടെ 5 12 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 5 13 എന്ന് വിചാരിക്കാം. ഓക്കെ, 1 3 ഉണ്ട്, 2 6 ഉണ്ട്, 5 13 ഉണ്ട്, 4 12 ഉണ്ട്. ഇതില്ല കേട്ടോ. ഇതിന് പകരം ഇതാണെങ്കിൽ എന്ത് വന്നേനെ? ട്രാൻസിറ്റീവ് ആയേനെ. കാരണം എ ബി ബി സി എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടേ ഇല്ല. എ ബി ബി സി വന്നാൽ അവിടെ എ സി വരണം. എ ബിയും ബി സിയും വന്നിട്ടില്ലെങ്കിൽ എന്താണ്? ഒരു കുഴപ്പമില്ലാതെ ട്രാൻസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലേ? ഓക്കെ, നോക്കാം നമുക്ക്. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് പറയാം? റിഫ്ലക്സീവ് ആണോ? അല്ല, വേറെ കളർ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് പറയൂ. റിഫ്ലക്സീവ് അല്ല, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിട്ടിയത്. എങ്ങനെ കിട്ടിയെന്നുള്ളത് പ്രൂവ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ല നമ്മള്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞ ആർ ഇൻ ദ സെറ്റ് എൻ നാച്ചുറൽ നമ്പറിന്റെ ഒരു സെറ്റ് ആണ്. അതിലാണ് ആറ് വന്നേക്കുന്നത്. മറ്റേത് എ എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, എ ടു എ അല്ലെ, 1 to 14 വരെ എ വരുന്നുള്ളൂ. ഓക്കെ, ഇതോ ഇതെന്ന് പറഞ്ഞാല് എന്നുള്ള നാച്ചുറൽ നമ്പർ. ഓക്കെ, എന്ന് നാച്ചുറൽ നമ്പർ ആണ്. ആർ എന്ന് പറഞ്ഞ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ. എന്നാണ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ആർ ഈസ് ഈക്വൽ ടു ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 അല്ലേ. ഷോർട്ട് ടേം മെമ്മറി അതുകൊണ്ട് കുഴപ്പമില്ല. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4. എവിടുന്നാണ് ആർ റിലേഷൻ? എവിടുന്നാണ്? നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ അല്ലേ. ഒരു നാച്ചുറൽ നമ്പർ ആദ്യത്തെ സെറ്റ് നമ്മൾ മറ്റേ ഇത് ആരോ ഡയഗ്രം വരച്ചില്ലേ. ആരോ ഡയഗ്രം വരച്ചു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റത്തേല് ഫുള്ള് നാച്ചുറൽ നമ്പർ 1 2 3 4 അല്ലെ. 1 2 3 4 5 6. അവിടെയോ അടുത്തത് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ 1 2 3 4 5 6 ഇങ്ങനെ വലിയ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ്. ഓക്കെ, സെയിം സാധന തന്നെയാണ് ഇവിടെ അവിടെ, കാരണം രണ്ടിലും നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, ഇനി എന്ത് പറയുന്നുണ്ട്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ എലമെന്റ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലെ എലമെന്റ്. ഓക്കെ, രണ്ടും നാച്ചുറൽ നമ്പർ തന്നെയാണ്. സെറ്റ് എയിലെ നാച്ചുറൽ നമ്പർ 1 2 3 4 5 6 മുതൽ നാച്ചുറൽ നമ്പർ അല്ലെ. സെറ്റ് ബി ഒരു നാച്ചുറൽ നമ്പർ അല്ലെ. അപ്പൊ എന്താണ്? സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കാണ് റിലേഷൻ വരുന്നത്. ഓക്കെ, നോക്കിയേ. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. എക്സ് എന്ന് പറയുന്നത് എവിടെയാണ്? എക്സ് എന്ന് പറയുന്നത് ഈ എ എന്നുള്ള സെറ്റിലെ ഒരു എലമെന്റ് ആണ്. വൈ എന്ന് പറയുന്നതോ? വൈ എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ എലമെന്റ് അല്ലെ. ഓക്കെ, അപ്പൊ ഇനി ഓർഡർ പെയർ എന്ത് വരും? എക്സ് വൈ എന്നാണ് പറയുന്നത്. എന്താ റിലേഷൻ തന്നിരിക്കുന്നത്? എക്സ് വൈ ആണ്. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ്. ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ എവിടെയായിരിക്കും? എക്സിന്റെ വാല്യൂ 4-നേക്കാൾ ചെറുതായിരിക്കും. 4 ഇൻക്ലൂഡഡ് ആണോ? അല്ല, 4-നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ എന്തൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഈ 3 നമ്പർ മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, 1 2 3 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് 1 ആണെങ്കിൽ വൈ എന്ത് വരും? എക്സ് പ്ലസ് 5. എക്സ് 1 ആണെങ്കിൽ വൈ എന്ത് വരും? നമുക്ക് ഒന്നും കൂടെ വരയ്ക്കാം.
ഇതിലെന്തുണ്ട്? ഇതിന് 1 2 3 മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്? നമുക്ക് എന്താണ് 1 2 3 4 എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് 4 മുതൽ 4 5 6 7 8 9 10 ബാക്കി ഉണ്ട് കേട്ടോ. അപ്പൊ തൽക്കാലം ഇത്രയും കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, എക്സ് 1 ആണെങ്കിൽ വൈ എന്തായിരിക്കും? 1 + 5 6 അല്ലെ. എക്സ് 1 ആണ്, വൈ 6. എക്സ് 2 ആണെങ്കിൽ വൈ എവിടെ ഉണ്ടാവും? 7. എക്സ് 3 ആണെങ്കിൽ വൈ 8. കുറച്ച് വളഞ്ഞിങ്ങനെ ഒന്നുമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എക്സ് 1 ആണെങ്കിൽ വൈ 6, എക്സ് 2 ആണെങ്കിൽ വൈ 7, എക്സ് 3 ആണെങ്കിൽ വൈ 8. അപ്പൊ നമുക്ക് കിട്ടിയ റിലേഷൻ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുവാണെങ്കിൽ എന്ത് കിട്ടി നമുക്ക്? 1 6 2 7 പിന്നെന്താണ് 3 8 അല്ലെ. ഈ 3 എലമെന്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ, റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്താണ്? അവിടെ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. 1 1 2 2 3 3 ഇതിലുണ്ടോ? ഇല്ല. സോ എന്താണ് 1 1 എന്നുള്ള റിലേഷൻ എന്താണ്? അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. അതുകൊണ്ട് എന്താണ് 1 1 2 2 3 3 അല്ലെ. 1 1 2 2 3 3 എന്നുള്ള റിലേഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് എന്താണ് നോട്ട് റിഫ്ലെക്സീവ്. ക്ലിയർ? രണ്ടാമത്തത് സിമ്മട്രിക് ആണോ? സിമ്മട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താ? 1 6 ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? അവിടെ 6 1 ഉണ്ടാവണം. 1 6 ഉണ്ട്, പക്ഷെ 6 1 ഉണ്ടോ? അതായത് ഫസ്റ്റ് വൺ നോട്ട് റിഫ്ലെക്സീവ്. സെക്കൻഡ് എന്താ പറഞ്ഞേ? കാണാമോ? ഓക്കെ, 1 6 എന്ന് പറഞ്ഞത് ഒരു റിലേഷൻ ഉണ്ട് അല്ലെ. 6 1 എന്നൊരു റിലേഷൻ ഉണ്ടോ? 6 1 അവിടെ ഇല്ല. അങ്ങനെ ഒരു റിലേഷൻ അവിടെ ഇല്ല. സോ എന്താണ് നോട്ട് സിമ്മട്രിക്. നോട്ട് സിമ്മട്രിക്. ഇനി ഒന്ന് വീഡിയോ നിങ്ങൾ പോസ് ചെയ്ത് ഇനി എന്നിട്ട് ട്രാൻസിറ്റീവ് ആണോ നോക്കിയേ. സിമ്മട്രിക് റിഫ്ലെക്സീവ് ഞാൻ പറഞ്ഞു. ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ നോക്കിയേ. ഇത് കമന്റ് ചെയ്തോ, ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന്. ഇനി നോക്കിയോ, ഇത് ട്രാൻസിറ്റീവ് ആണോ? ഇത് ട്രാൻസിറ്റീവ് ആണ്. എന്തുകൊണ്ട് ട്രാൻസിറ്റീവ് ആണെന്ന് പറയുന്നു? നോക്കിയേ, 1 6 ഉണ്ട്, അടുത്തത് 2 7 3 8. 1 6 ഉം 6 8 ഉണ്ടെങ്കിൽ 1 8 ഉണ്ടാകണമായിരുന്നു. പക്ഷെ 1 6 വരെ 6 8, 1 6 വരെ 6 8 ഇല്ല, അല്ലെങ്കിൽ 6 7 ഇല്ല. 1 6 എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ സിയും കൂടെ അവിടെ ഉണ്ടാകണമായിരുന്നു. ഇത് അങ്ങനെ ഇല്ല. 1 6 2 7 3 8 അങ്ങനെ ഇല്ല അല്ലെ. അതുകൊണ്ട് എന്താണ് ഇത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? എ ബി ഉണ്ട്, എ ബി belongs to R, but there is no BC അല്ലെ. there is no BC. സോ എന്താണ് ട്രാൻസിറ്റീവ്. ക്ലിയർ ആയോ? എ ബി അവിടെ ഉണ്ട്, ബി സി ഇല്ല. എ ബിയും ബി സിയും പ്രസന്റ് ആയിട്ട് എ സി ഇല്ലെങ്കിൽ നമുക്ക് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയായിരുന്നു. ഓക്കെ, എ ബിയും ബി സിയും അവിടെ ഉണ്ടായിട്ട് എ സി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെയോ, ഇവിടെ എ ബി ഉണ്ട്, ബി സി എന്നൊരു സാധനം ഇല്ല. അതുകൊണ്ട് എന്താണ് സ്റ്റിൽ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. കൺസെപ്റ്റ് കിട്ടിയ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാടാ? മൂന്നാമത്തെ അല്ലേ? റിലേഷൻ ആറിന്റെ സെറ്റ് 1 2 3 4 5 6 ആസ് റിലേഷൻ xy, ഓരോ പെയർ xy such that y is divisible by x. y is divisible by x. Okay. Okay. എവിടെ വരെ ഉണ്ട്? r is equal to xy such that y is divisible by x. ഇതല്ലേ റിലേഷൻ വന്നിരിക്കുന്നത്. സെറ്റ് എവിടെ വരെയുണ്ട്? 1 to 6 അല്ലെ. സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 വരെ. ഓക്കെ, നോക്കാം നമുക്ക്. a is equal to 1 2 3 4 5 6. ഫസ്റ്റ് വൺ റിഫ്ലെക്സീവ് ആണോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? y is divisible by x. ഓക്കെ, 1 സപ്പോസ് അതിലെന്തൊക്കെയുണ്ട്? ഫസ്റ്റ് എലമെന്റ് ഞാൻ 1 എടുത്തു. 1 1 എഴുതാൻ പറ്റുമോ നമുക്ക്? ഇതില് 1 1 എന്നുള്ള എഴുതാൻ പറ്റും. കാരണം എന്താണ്?
1 is divisible by 1, 1 by 1 അല്ലേ? അടുത്തത് 2 2, 2 is divisible by 2 അല്ലേ? 3 3 ഉണ്ടോ? 3 is divisible by 3. 4 is divisible by 4 അല്ലേ? 5 5, 6 6. എഴുതാൻ പറ്റൂലേ? ഇത് divisible by സെയിം നമ്പർ തന്നെ എഴുതാൻ പറ്റും. സോ ഇതെന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണ്. ക്ലിയർ? ഓക്കെ. സോ ഇതിലെന്തുണ്ട്? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, ബാക്കി എന്തുണ്ട്? 6 6 വരെയുള്ള എലമെന്റ് ഈ സെറ്റിലുണ്ട്. സോ എന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണ് അല്ലെ? സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. അടുത്തത് എന്താ? സിമെട്രിക്. ഓക്കെ, സിമെട്രിക് ആണോ? രണ്ടാമത്തത് സിമെട്രിക് ആണോ? സിമെട്രിക് ആണോ നോക്കുക. ഫസ്റ്റ് നമുക്ക് എന്താണ്? സെറ്റ് എടുത്തു. ഒരു സെറ്റ് എന്തെടുത്തു? ഒരു 6 2 6 എടുത്തു. 2 6 എന്താണ്? y is divisible by x, y is divisible by x എന്നുള്ള ഫോം ആണോ? അതായത് 6 is divisible by 2, 6 by 2. റിമൈൻഡർ ഉണ്ടോ? ഇല്ല. 6 is perfectly divisible by 2 ആണ് അല്ലെ? 2 6 എന്ന് പറയാൻ പറ്റുമോ? 2 6 എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, 2 6 അല്ല നമ്മൾ എഴുതിയ 6 2 എന്ന് പറയാൻ പറ്റുമോ? 6 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 is divisible by 6 ആണോ? 6 എന്ന് പറയുന്നത് എന്താണ്? y അല്ലെ? y എന്ന് പറയുന്നത് 6 is divisible by 2. കറക്റ്റ് ആണ്. പക്ഷെ 2 is divisible by 6 എന്ന് പറയാൻ പറ്റുമോ? 2 by 6 പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? 2 6 എന്നുള്ളത് എന്താണ്? 2 6 എന്നുള്ള ഓർഡേഡ് പേര് റിലേഷനിലുണ്ട്. ബട്ട് എന്താണ്? 6 2 എന്നുള്ള ഓർഡേഡ് പേര് റിലേഷനിലില്ല. അതുകൊണ്ട് എന്താണ്? നോട്ട് സിമെട്രിക്. ക്ലിയർ ആണോ? സിമെട്രിക് അല്ലാതെ മനസ്സിലായോ? ഓക്കെ. 1 1 ആണെങ്കിലോ റിഫ്ലെക്സീവിന്റെ കണ്ടീഷനിലോ 1 1 2 2 അല്ലെ? 2 2 ഉണ്ട്. കാരണം 2 is divisible by 2 ആണ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? 6 ഉണ്ട്. 6 by 6 അല്ലെ? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് എന്താണ്? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. മൂന്നാമത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ട്രാൻസിറ്റീവ് ആണോ നോക്കിയേ. ഫസ്റ്റ് എന്തുണ്ട്? 1 2 പറയാൻ പറ്റുമോ? 2 is divisible by 1 അല്ലെ? 2 by 1 2 കിട്ടി. അടുത്തത് 2 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 is divisible by 2 അല്ലെ? 6 by 2 3. ഇനി നമുക്ക് എന്താ അടുത്തത്? അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവണം? 1 6 ഉണ്ടാവണം. 1 6 ഉണ്ടോ? കാരണം 6 is divisible by 1 അല്ലെ? 1 6 ഉണ്ട്. കാരണം 1 2 ഉണ്ട്, 2 6 ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? 1 6 ഡിവിസിബിൾ ആയിരിക്കും അല്ലെ? ക്ലിയർ അല്ലേ? അടുത്ത അതേപോലെ നമുക്ക് എന്താ പറയാ? 1 3 ഉണ്ടെന്ന് വിചാരിക്കാം. 1 3 അതേപോലെ തന്നെ എന്താണ്? 3 6 ഉണ്ട് അല്ലെ? 1 3 3 by 1 3, 6 by 3 2. അപ്പൊ എന്താണ്? 1 6 6 by 1 6. അതും എന്താണ്? 1 6 എന്നുള്ള ഒരു എന്തുണ്ട്? ഓർഡർ പേര് ഇതിലുണ്ടാവും. കാരണം 6 by 1 6 അല്ലെ? ഈ എന്താണ്? റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ അവിടെ എ സി ഉണ്ട്. സോ എന്താണ്? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ് ആണ്. സോ എന്താണ്? റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല. എന്ത് കിട്ടി നമുക്ക്? ഇവിടെ റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ. രണ്ടാമത്തെ നമുക്ക് എന്താണ് കിട്ടിയേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എവിടെ? ഇതല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണെന്നാണ് നമുക്ക് രണ്ടാമത് കിട്ടിയ അല്ലെ? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യന് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ് എന്ന് കിട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഇസഡ് of all integers defined by us set xy such that x minus y is an integer. Okay. R in the set z integer എന്നുള്ള സെറ്റിലാണ്. ഇന്റിജർ എന്നുള്ള സെറ്റാണ്. ഓക്കെ. ഓക്കെ. എത്രാമത്തെ ക്വസ്റ്റ്യനാ? അതിലെ നാലാമത്തത്. ഓക്കെ. ഇന്റിജർ x minus y is an integer. ഓക്കെ. 4.
ഇസഡ് ടു ഇസഡ് അല്ലെ? റിലേഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? ഇന്റിജറിന് ഇന്റിജറിലേക്കാണ് റിലേഷൻ അല്ലെ? ആർ സച്ച് ദാറ്റ് ഇസഡ് ടു ഇസഡ് അല്ലെ? റിലേഷൻ ഇസഡ് ടു ഇസഡ്, ഇസഡിൽ നിന്ന് ഇന്റിജറിലേക്കാണ് റിലേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ എന്തുണ്ടാവും? ഇവിടെ ഇന്റിജർ ഉണ്ടാവും. ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? -5, -4, -3, -2, 0, 1, 2, 3, 4 എന്നൊക്കെ പറയുന്ന ഇന്റീജേഴ്സ് അല്ലേ? ഓക്കെ, -5, -4, -3 അതിന്റെ മുകളിലേക്ക് ഉണ്ടോ? താഴേക്ക് -6, -7, -8 ഇങ്ങോട്ട് പോകും. 4, 5, 6, 7, 8 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും കേട്ടോ. -1, 0, 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഇസഡ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ ഇസഡ് തന്നെ അല്ലെ? -3, -2, -1, 0, 1, 2, 3. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ റിലേഷൻ അല്ലെ? റിലേഷൻ എന്താണ്? റിലേഷൻ XY അല്ലെ? ഓൾറെഡി പേര് XY such that x minus y is an integer അല്ലെ? x minus y is an integer. ഇതാണ് റിലേഷൻ തന്നിട്ടുള്ളത് അല്ലെ? നോക്കട്ടെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. x minus y is an integer. xy എന്നുള്ളത് റിലേഷൻ, xy എന്നുള്ള റിലേഷൻ such that x minus y is an integer. ഇതിൽ നമുക്ക് 3 ടൈപ്പ് ചെക്ക് ചെയ്യണം. എന്തൊക്കെയാ ടൈപ്സ് ഓഫ് റിലേഷൻ ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, റിഫ്ലെക്സീവ് ആണോ? ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കിയേ. എങ്ങനെ റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കുന്നത്? ഈ റിലേഷൻ എന്നുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ആണ് അല്ലെ? ഒരു സെറ്റ് ആണ്, കുറെ ഓർഡേഡ് പേരുള്ള ഒരു സെറ്റ് ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? അതിൽ എക്സ് വൈ ഉണ്ടാവും. സച്ച് ദാറ്റ് x minus y എന്ന് പറയുന്നത് ഇന്റിജർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എലമെന്റ് എടുത്തു. ഫസ്റ്റ് എലമെന്റ് ഏതാ? ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് -3 എടുത്തു. ഓക്കെ, അപ്പൊ -3 ഉണ്ടെങ്കിൽ -3 എന്നുള്ളത് അല്ലെ? ഒരു റിലേഷൻ R എന്ന് പറഞ്ഞാൽ എന്താണ്? -3 AABBCC എന്നല്ലേ? ഫോർ എക്സാമ്പിൾ -3 അപ്പൊ എന്താണ്? x minus y എന്ന് പറയുന്നത് ഇന്റിജർ ആവാം. x minus y എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ -3 എന്ന് പറഞ്ഞാൽ എത്രയാ? -3 + 3 = 0. ഓക്കെ, അടുത്ത നമ്പർ ഏതെടുത്തു? 2 എടുത്തു. സപ്പോസ് 2 എടുത്തെങ്കിൽ 2 അല്ലെ? 2 ഇതിൽ വരുമോ നോക്കണം. 2 പറഞ്ഞെങ്കിൽ 2 - 2 = 0. 0 ഇന്റിജർ ആണോ? 0 ഇന്റിജർ ആണ് അല്ലെ? ഇന്റിജറിനുള്ളിൽ വരുന്നതാണ്. അപ്പൊ ഏത് നമ്പർ എടുത്താലും അതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏത് നമ്പർ മൈനസ് ആ നമ്പർ തന്നെ ചെയ്താൽ നമുക്ക് 0 കിട്ടൂലേ? 0 ഇന്റിജർ അല്ലേ? അല്ലെ? സോ എന്താണ് നമുക്ക് എന്ത് പറയാ? ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം അല്ലെ? എന്ത് കിട്ടി? സോറി ഓരോ പേർ എ ബിലോങ്സ് ടു R ആണ് അല്ലെ? അതില് എ മാത്രമല്ല, ഏത് എടുത്താലും അല്ലെ? ഇതിൽ ഏത് എടുത്താലും എ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏത് ആ ഇന്റിജർ എടുത്താലും അതിനോട് എന്ത് ചെയ്യുന്നു? അത് തന്നെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റിജർ കിട്ടും അല്ലെ? എന്ത് കിട്ടും? 0 കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റിജർ ആണ്. ഇതെല്ലാം അപ്പൊ ഇതിൽ വരുന്നതാണ് അല്ലെ? ഏത് നമ്പർ എടുത്താലും -5 100 ഇതൊക്കെ നമുക്ക് എന്താണ്? ഇതില് വരുന്നതാണ്, ആ റിലേഷനിൽ വരുന്നതാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇത് റിഫ്ലെക്സീവ് ആണ്. സോ എന്താണ്? റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. ക്ലിയർ? മനസ്സിലായോ? എങ്ങനെ റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റുന്നത്? ഏത് ഇന്റിജർ എടുത്താലും ആ ഇന്റിജർ മൈനസ് സെയിം ഇന്റിജർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഇന്റിജർ ആണ് അല്ലെ? x minus y ഇന്റിജർ ആണ്. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തെ എന്താ? രണ്ടാമത്തേത് സിമ്മട്രിക് ആണോ നോക്കണം. സിമ്മട്രിക് ആണോ എന്നെങ്ങനെയാ നോക്കുക? സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്? AB ഉണ്ടെങ്കിൽ BA ഉണ്ടാവണം. ഓക്കെ, AB ഉണ്ടെങ്കിൽ BA ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇവിടെ AB സപ്പോസ് 2, 3 ഉണ്ടെന്ന് വിചാരിക്കാം. 2, 3 ഉണ്ടല്ലേ? 2, 3 എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, 2, 3 റിലേഷൻ ആണോ? കാരണം 2 - 3 - 1 റിലേഷൻ ആണ് അല്ലെ? 2, 3 എഴുതാൻ പറ്റുമോ? കാരണം 2 - 3 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റിജർ ആണ്, അതിനുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3, 2 ഉണ്ടോ? 3, 2 ഉണ്ടെന്ന്. 3, 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 3 എന്ന് പറഞ്ഞാൽ 3 - 2 സോറി, നേരത്തെ -1 എന്നല്ല പറഞ്ഞത്. 2, 3 എന്ന് പറഞ്ഞാൽ 3 - 2 1 അല്ലെ? 1 ഉണ്ട്. 3, 2 എന്ന് പറഞ്ഞാലോ x - y അല്ലേടാ? മാറിപ്പോയോ? x - y ആണ്. x - y
അപ്പൊ 2 3 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 3 മൈനസ് 1 തന്നെ കറക്റ്റാ. 3 2 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 1 അല്ലെ, അതും ഇന്റിജർ ആണ്. 2 മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 1, 3 2 എന്ന് പറയുന്നത് 1 അല്ലെ, രണ്ടും എന്താണ് ഇന്റിജർ ആണ്. സോ നമുക്ക് എന്ത് പറയാം, 2 3 റിലേഷനിലുണ്ട്, 3 2 റിലേഷനിലുണ്ട് അല്ലെ. അങ്ങനെ നിങ്ങൾ ഏത് എ ബി എടുത്താലും ആ ബി എയും എന്തിനുണ്ട്, ഈ റിലേഷനിലുണ്ട് അല്ലെ. 5 0 എടുത്തു, ഓക്കെ 5 0 പിന്നെ ആ റിലേഷനിലുണ്ടോ, 5 0 റിലേഷനിലുണ്ട്. കാരണം 5 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് 5 ആണ്. ഓക്കെ, ഈ ആ 0 5 റിലേഷനിലുണ്ടോ, 0 5 റിലേഷനിലുണ്ട്. 0 മൈനസ് 5 എന്ന് പറഞ്ഞാൽ മൈനസ് 5, അതും ഇന്റിജർ ആണ് അല്ലെ, റിലേഷനിലുണ്ട്. ഓക്കെ, അങ്ങനെ ഏത് നമ്പർ എടുത്താലും ഏത് ഇന്റിജർ എടുത്താലും നമുക്ക് എന്താണ് ഈ റിലേഷനിൽ സിമ്മട്രിക് ആണെന്ന് കാണിക്കാൻ പറ്റും. സോ എന്താണ് എ ബി ബിലോങ്സ് ടു ആർ, ബി എ ഓൾസോ ബിലോങ്സ് ടു ആർ. സോ എന്താണ് ഇറ്റ് ഈസ് സിമ്മട്രിക്. ക്ലിയർ? അടുത്തത് എന്താ, ട്രാൻസിറ്റീവ് ആണെന്ന്. ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കാം, നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്ന്. ഓക്കെ, ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ പോവാം. ട്രാൻസിറ്റീവ് കണ്ടീഷൻ എന്താണ്, കണ്ടീഷൻ എ ബി ഉണ്ട്, എ കോമ ബി ഉണ്ട്, ബി കോമ സി ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം, എ സി ഉണ്ടാവണം. ഓക്കെ, 2 4 എന്നുള്ളത് എന്താണ്, 2 മൈനസ് 4 മൈനസ് 2 അല്ലെ. 4 5 എന്ന് പറഞ്ഞാൽ എന്താണ് 4 മൈനസ് 5 മൈനസ് 1. ഇപ്പൊ 2 4 ഉം 4 5 ആ റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകണം, 2 5 ഉണ്ടാവണം. 2 5 ഉണ്ടോ? 2 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 3 കിട്ടി അല്ലെ. 2 4 എന്ന് പറഞ്ഞാല് മൈനസ് 2, 4 5 എന്ന് പറഞ്ഞാൽ മൈനസ് 1, 2 5 എന്ന് പറഞ്ഞാലോ മൈനസ് 3. മൈനസ് 3 ഇതിൽ ഇൻക്ലൂഡഡ് ആണോ? ആണ്. കാരണം എന്താണ്, മൈനസ് 3 എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആണ്. എക്സ് മൈനസ് 5 വൈ ഇന്റീജർ ആണെങ്കിൽ എന്താണ് ആ റിലേഷനിലുണ്ട്. സോ എന്താണ്, അങ്ങനെ ഏതെടുത്താലും ഏത് നമ്പർ എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഏതെടുത്താലും ഇപ്പൊ വേറൊരു എക്സാമ്പിള് 4 1 പിന്നെന്താണ് 1 0. ഓക്കെ, 4 1 ഉണ്ട്, 1 0 ഉണ്ട്. 4 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4 മൈനസ് 1 3 എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. സോ 4 1 റിലേഷനിലുണ്ട്. 1 0 1 മൈനസ് 0 1 ഇന്റീജർ ആണ്, അത് റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് 4 0 ഉണ്ടോ, 4 മൈനസ് 0 4 അത് ഇന്റീജർ ആണ്. സോ അതും റിലേഷനിലുണ്ട്. ഓക്കെ, അത് ഏത് നമ്പർ എങ്ങനെ എടുത്താലും നമുക്ക് എന്താണ് റിലേഷൻ ഉള്ളതായിട്ട് കിട്ടും. സോ എന്ത് പറയാം, ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ട്രാൻസിറ്റീവ്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, അത് മൂന്നും അത് എന്തൊക്കെയാണ്, അത് റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വേഗം തീർത്താലോ. വേഗം 3-4 ക്വസ്റ്റ്യൻ കൂടെ. റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഓഫ് ഹ്യൂമൻ ബീങ്. ഇത്രയും കാര്യം നമ്മൾ നമ്പറിന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് എന്തായാലും ആൾക്കാരുടെ കാര്യത്തിലേക്കൊക്കെ എത്തി കേട്ടോ. ഹ്യൂമൻ ബീങ്സ് ഇൻ എ ടൗൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു ടൗണില് ഒരു പർട്ടിക്കുലർ ടൈമിൽ കുറെ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ സെറ്റിലാണ് റിലേഷൻ ആണ് പറയുന്നത്. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് A to A ആണ് റിലേഷൻ വരുന്നത്. അപ്പൊ A എന്ന് പറയുന്നത് എന്താണ്, ആൾക്കാര്. ഓക്കെ, നമ്മൾ കുറെ പേര് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ, പ്രായമില്ലാത്ത ഞാനും പ്രായമുള്ള നിങ്ങളും അങ്ങനെ കുറെ പേര് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ തന്നെ, ഇവിടെ നമ്മൾ തന്നെ, കുമ്പിടികളാണ് നമ്മൾ. ഓക്കെ, ഇവിടെയുണ്ട് അവിടെയുണ്ട്, രണ്ടും നമ്മൾ തന്നെ. ഓക്കെ, എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. സിമെട്രിക് ആണോ? അല്ല, ആദ്യം എന്താ, റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണ്. എന്തുകൊണ്ട് റിഫ്ലെക്സീവ് ആണെന്ന് പറയുന്നുണ്ട്, എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. എക്സ് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എക്സ് അതേ സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്നില്ലേ. എക്സ് വൈ അല്ലെ. ഇപ്പൊ എന്താണ്, ഞാൻ എടുത്തു സനൂപ് സാർ അല്ലെ. സനൂപ് സാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സനൂപ് സാറിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ സനൂപ് സാർ തന്നെ അല്ലെ. സനൂപ് സാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സനൂപ് സാർ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സനൂപ് സാർ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ തന്നെയാണ് അല്ലെ. സനൂപ് സാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ സനൂപ് സാർ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എക്സ് വർക്ക് അറ്റ് സെയിം പ്ലേസ്. അതുപോലെ നിങ്ങളിപ്പോ യൂട്യൂബ് കാണുന്നുണ്ട് അല്ലെ, അത് തന്നെ കാണുന്നുണ്ട്, ഒരേ സമയം ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യുന്നുണ്ട്.
അപ്പൊ വൈ അല്ലെ, വൈ എന്നുള്ള സെറ്റ് എക്സ് ഏതെടുത്താലും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് എന്താണ്, റിഫ്ലെക്സീവ് ആണ്. അടുത്തത് എന്താണ്, അടുത്തത് സിമെട്രിക് ആണോ നോക്കാം. ഓക്കെ, അതായത് ഒരു എക്സും വൈയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, വൈയും എക്സും വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാനും സന്ദീപ് സാറും സന്ദീപ് സാറും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സന്ദീപ് സാറും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. എക്സും വൈയും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വൈയും എക്സും എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. വൈയും എക്സും ഇവിടെ തന്നെ സെയിം സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ്സ് ഇൻ എ ടൗൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം, അതായത് ഈ ടൈമിൽ ഇവിടെയുണ്ട് എക്സും വൈയും, സന്ദീപ് സാറും ഇവിടെയുണ്ട്. അപ്പൊ എന്താണ്, സന്ദീപ് സാറും ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ, സിമെട്രിക്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസിറ്റീവ് ആണോ? ഇപ്പൊ എന്താണ്, നിങ്ങൾക്ക് സന്ദീപ് സാറും എ ബി എവിടെയുണ്ട്. ഇപ്പൊ സനൂപ് സാറുണ്ട്, സന്ദീപ് സാറ് എവിടെയുണ്ട്, മറ്റേ ടൈമിൽ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ബി സി, സന്ദീപ് സാറും നിങ്ങള് ശ്രീലക്ഷ്മി മിസ്സും സന്ദീപ് സാറും ശ്രീലക്ഷ്മി മിസ്സും ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എയും ബി ഇവിടെയുണ്ട്, ഞാനും സന്ദീപ് സാറും ഇവിടെയുണ്ട്, സന്ദീപ് സാറും ശ്രീലക്ഷ്മി മിസ്സും ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, എയും സിയും ഇവിടെയുണ്ട്, സനൂപ് സാറും ശ്രീലക്ഷ്മി മിസ്സും എന്തുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായിരിക്കും അത്, ട്രാൻസിറ്റീവുമായിരിക്കും. ക്ലിയർ? സോ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അടുത്തത് എക്സ് ആൻഡ് വൈ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. ഇത് വർക്ക് അറ്റ് സെയിം പ്ലേസ് ആണ്, അടുത്ത സെയിം ലൊക്കാലിറ്റി വന്നു. അപ്പൊ എക്സ് അപ്പൊ എന്താണ്, എക്സ് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണ്. സമയം കളയണ്ടല്ലോ. അപ്പൊ ഒരാള് സെയിം ലൊക്കാലിറ്റി, അപ്പൊ അയാള് അതേ ലൊക്കാലിറ്റി തന്നെ അല്ലെ, സെയിം ആണ്, ആ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്. രണ്ടുപേര് ഓർഡർ മാറി എന്ന് പറഞ്ഞ ആൾക്കാരുടെ നിൽക്കുന്ന സ്ഥലം മാറിയൊന്നുമില്ല. ഞാനും സന്ദീപ് സാറും ഞാനും അല്ലെ, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ സിമെട്രിക് ആയിരിക്കും. പറഞ്ഞ സെയിം എക്സാമ്പിള് നമുക്ക് എന്താണ്, ഇവിടെ പറഞ്ഞ അതേ സെയിം എക്സാമ്പിൾ തന്നെ ഇവിടെ പറയാം, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് എക്സ് വൈ. എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ taller than വൈ. ഓക്കെ, എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ taller than വൈ. റിഫ്ലെക്സീവ് ആണോ? അപ്പൊ ആദ്യം എന്റെ എടുത്തു, സപ്പോസ് 175 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ എനിക്ക് എന്നെക്കാളും 7 സെന്റിമീറ്റർ കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ? എക്സ് അവിടെ പറയാൻ പറ്റുമോ? എക്സ് പറയാൻ പറ്റൂല. കാരണം എക്സ് 175 ആണെങ്കിൽ വൈ എന്തായിരിക്കും, എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ taller than വൈ. ഓക്കെ, അപ്പൊ എക്സ് 182 ആണെങ്കിൽ വൈ 175 ആയിരിക്കും അല്ലെ. എക്സ് 182 ആണെങ്കിൽ വൈ 175 ആയിരിക്കും. അപ്പൊ എക്സ് പറയാൻ പറ്റുമോ? എനിക്ക് എന്നെക്കാളും 175 എന്ന് പറഞ്ഞാൽ 175 7 കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്, റിഫ്ലെക്സീവ് അല്ല. അടുത്തത് സിമെട്രിക് ആണോ? എക്സ് വൈനേക്കാളും 7 സെന്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വൈ എക്സിനേക്കാളും 7 സെന്റിമീറ്റർ കൂടുതലാണ് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? എക്സ് സപ്പോസ് എക്സ് എന്നുള്ളത് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ taller than വൈ അല്ലേ, 107 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. വൈ എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് റിലേഷൻ ആണ്. നമുക്ക് എന്ത് പറയാം, 107 100. അടുത്ത 107 എന്ന് പറയാൻ പറ്റുമോ? 100 ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ taller than 107 പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എ ബി ഉണ്ട്, ബി എ ഇല്ല. സോ എന്താണ്, റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല. അടുത്തത് ട്രാൻസിറ്റീവ് ആണോ? 107 100. അടുത്ത എന്താണ്, 100 ഇവിടെ എന്ത് വരും, 93 അല്ലെ. 107 100 193. അത് രണ്ടും ഇതിൽ വരുന്നതല്ലേ, റിലേഷനിൽ വരുന്നതല്ലേ, കാരണം 7 ഡിഫറൻസ് ആണ്. 107 100 അല്ലെ. അടുത്ത 193 അതും പറ്റൂലേ. എക്സ് എന്ന് പറഞ്ഞാൽ 93-നേക്കാളും 7 സെന്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 107-ഉം 93-യും വരുമോ? ഇല്ല. ഇത് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൊണ്ട് ഇതില്ല. അതുകൊണ്ട് എന്താണ്, ട്രാൻസിറ്റീവ് അല്ല. അടുത്തത് എക്സ് വൈ. എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്, വൈയുടെ വൈഫ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സിന്റെ വൈഫ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എക്സിന്റെ വൈഫാണോ? അല്ല. എക്സ് എന്താണ്, വൈയുടെ വൈഫാണ്. എക്സിന്റെ തന്നെ വൈഫാന്ന് പറയാൻ പറ്റില്ല. സോ റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ? എക്സ് വൈയുടെ വൈഫാണെങ്കിൽ വൈ എക്സിന്റെ വൈഫാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? സ്വഭാവം വെച്ചിട്ടല്ല, നമുക്ക് അല്ലാതെ എങ്ങനെ പറയാൻ പറ്റുമോ? എക്സ് വൈയുടെ വൈഫാണെങ്കിൽ വൈ എക്സിന്റെ വൈഫാണോ? അല്ല.
അതുകൊണ്ട് എന്താണ് സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ? എക്സ് വൈയുടെ വൈഫ് വൈ ഇസഡിന്റെ വൈഫ് എന്ന് പറയാൻ പറ്റുമോ? എക്സ് വൈയുടെ വൈഫ് ആണെങ്കിൽ വൈ ഇസഡിന്റെ വൈഫ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ. എക്സ് വൈയുടെ വൈഫ് ആണെങ്കിൽ എന്താണ് വൈ എന്ന് പറയുന്നത് മെയിൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ വൈ ഒരിക്കലും അടുത്ത ഇസഡിന്റെ വൈഫ് ആവില്ല. അപ്പൊ എന്താണ് അത് ട്രാൻസിറ്റീവ് അല്ല. ട്രാൻസിറ്റീവ് പക്ഷെ ട്രാൻസിറ്റീവ് അങ്ങനെ പറയാൻ പറ്റുമോ? അവിടെയാണ് പ്രശ്നം. ഇത് ട്രാൻസിറ്റീവ് അല്ല ആണോ? ഇത് ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താ? എക്സ് വൈ അവിടെ ഉണ്ട് അല്ലെ. എക്സ് വൈ അവിടെ ഉണ്ട്. എക്സ് വൈയുടെ വൈഫാണ്. ഓക്കെ, എക്സ് വൈയുടെ വൈഫാണ്. അപ്പൊ വൈ വേറെ ഒരു ഇസഡ് അവിടെ ഇല്ല അല്ലെ. എക്സ് വൈയും വൈ ഇസഡും ഉണ്ടെങ്കിൽ എക്സ് ഇസഡ് ഉണ്ടാവണമെന്നല്ല ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. എക്സ് വൈയുടെ വൈഫാണ്. ആ വൈ ഒരിക്കലും വേറെ ആരുടെയും വൈഫ് ആയിരിക്കൂല അല്ലെ. വൈ മെയിലാണ് അല്ലെ. എക്സ് വൈയുടെ വൈഫാണ്, വൈ മെയിലാണ്. സോ വൈ ഇസഡിന് വൈഫ് ഉണ്ടാവണം. വൈ ഇസഡിന് ഒരു റിലേഷൻ അവിടെ ഇല്ല. സോ എക്സ് വൈ ഉണ്ട്, പക്ഷെ വൈ ഇസഡിന് ഒരു റിലേഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ? ഇത് ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് എക്സ് ഈസ് ദ ഫാദർ ഓഫ് വൈ. അത് റിഫ്ലെക്സീവ് ആണോ? ഞാൻ എന്റെ തന്നെ ഫാദർ ആണ് അല്ല. സോ റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ? ഞാൻ പറയാം എക്സ് ഈസ് ദ ഫാദർ ഓഫ് വൈ. അങ്ങനെയാണ് വൈ ഈസ് ദ ഫാദർ ഓഫ് എക്സ് പറയാൻ പറ്റുമോ? ഇല്ല, സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ? എക്സ് ഈസ് ദ ഫാദർ ഓഫ് വൈ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ വൈയുടെ ഫാദർ ആണ്. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ ഉണ്ട്, വൈ ഇസഡ് ഉണ്ട്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ്, വൈ എന്ന് പറയുന്നത് ഇസഡിന്റെ ഫാദർ ആണ്. അങ്ങനെ പോസിബിൾ അല്ലേ? അപ്പൻ, വല്യപ്പൻ, മകൻ അല്ലെ. മകൻ, അപ്പൻ, വല്യപ്പൻ. ഓക്കെ, മകൻ, അപ്പൻ, വല്യപ്പൻ. എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ്, വൈ എന്ന് പറയുന്നത് ഇസഡിന്റെ ഫാദർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസഡിന്റെ ഫാദർ ആണോ? അല്ല. സോ ഈ റിലേഷൻ ഇവിടെ ഉണ്ട്, പക്ഷെ എന്താണ്? എക്സ് ഇസഡ് എന്നുള്ള റിലേഷൻ അവിടെ ഇല്ല. സോ എന്താണ്? ഇത് ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ ആയോ? ഇവിടെ ട്രാൻസിറ്റീവ് ആണ്. കാരണം ഇങ്ങനെ രണ്ടാമത്തെ റിലേഷൻ ഇവിടെ ഇല്ല. എക്സ് വൈയോ ഉണ്ടെങ്കിൽ വൈ ഇസഡ് അവിടെ ഇല്ല. പക്ഷെ ഈ കണ്ടീഷനിൽ എന്താണ്? എക്സ് വൈ വൈ ഇസഡും ഉണ്ട്, അതുകൊണ്ട് എക്സ് ഇസഡ് ഇല്ല. ക്ലിയർ? അപ്പൊ ഇതെന്താണ്? ഇത് ട്രാൻസിറ്റീവ് എന്താണ്? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ ആയോ? നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി നമുക്ക് അടുത്ത ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ എന്താണ്? ചാപ്റ്ററിലെ സെയിം ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം ഫങ്ഷൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഇരുന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവിന്റെ കൺസെപ്റ്റ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.